ഹായ് ഗൈസ്. ഇപ്പോൾ നമ്മളുള്ളത് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലാണ്. നമ്മുടെ ട്രിപ്പ് എങ്ങോട്ടാ? തഞ്ചാവൂരിലോട്ട്. ഇപ്പോൾ ഞങ്ങൾ എത്തിയിട്ട് ഏകദേശം ഒരു ഹാഫ് ആൻ അവർ ആയി. ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുക. സ്റ്റിൽ പോസ്റ്റാണ് ഗൈസ്. ഇനി ഞങ്ങൾ AC വെയിറ്റിംഗ് റൂമിൽ പോയിട്ട് പോസ്റ്റ് ആവാമെന്ന് വിചാരിച്ചു. അതെ അതെ, ഞങ്ങൾ 1:40 ട്രെയിന്. അതെ, അതൊരു 15 മിനിറ്റ് ഡിലേയുമാണ്. എന്തായാലും നമുക്കിനി തഞ്ചാവൂരിൽ വെച്ച് കാണാം. ബൈ. അങ്ങനെ ഞങ്ങൾ പ്ലാറ്റ്ഫോമിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. തേരപ്പാര തഞ്ചാവൂരിലെത്തിയിട്ട് കാണാമെന്ന് പറഞ്ഞത് തൽക്കാലം പിൻവലിച്ചോളൂ. ഞങ്ങൾ പ്ലാറ്റ്ഫോംസ് എന്ത് ചെയ്യണം? എക്സ്പ്ലോർ ചെയ്യണം. അതെ, റെയിൽവേ സ്റ്റേഷൻ എക്സ്പ്ലോർ നമ്മുടെ ചെയ്യാൻ. സ്വന്തം നാടായ പാലക്കാടിലെ റെയിൽവേ സ്റ്റേഷൻ നമ്മളൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ടില്ലെങ്കിൽ അതൊരു നാണക്കേടായിട്ട് തോന്നുന്നു. സോ ഞങ്ങൾ ഫസ്റ്റ് അത് തന്നെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് കരുതി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എരികൂടെ കൂടെ എസ്കലേറ്ററിൽ കൂടെ ഞങ്ങൾ പ്ലാറ്റ്ഫോം നമ്പർ അടുത്തതിലേക്ക് പോവാണ്. 2ലേക്കും 3ലേക്കും പോവാണ്. ഞങ്ങൾക്ക് ഇവിടുത്തെ 1ത്തെ AC വെയിറ്റിംഗ് റൂം അത്ര ഇഷ്ടപ്പെട്ടില്ല. നല്ല തിരക്ക് മാറിപ്പോയി. 1ൽ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. 1ൽ 2 AC റൂം ഉണ്ടായിരുന്നു. ഒന്ന് ആ സൈഡ് ഒന്ന് ഈ സൈഡ്. അയ്യടാ മെലിഞ്ഞു കാണാൻ. അങ്ങനെ ഞങ്ങൾ അടുത്ത പ്ലാറ്റ്ഫോമിലേക്ക് പോവാണ്. സുഹാനയ്ക്ക് ആദ്യമായിട്ടാണ് റെയിൽവേ സ്റ്റേഷനിൽ വരുന്നത്. അതുകൊണ്ട് ഇവിടെ മുഴുവൻ എക്സ്പ്ലോർ ചെയ്യണത്ര. വീണ്ടും താഴെ പോയി മേലെ വരാന്നാണ് പറയുന്നത്. ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ എന്നാ വീഡിയോ എടുക്കാൻ അല്ലട്ടോ, ഞാൻ ആദ്യം എത്തി. ശരി, അപ്പൊ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യണം. ആൾക്കാർ വന്നാൽ ഞങ്ങൾക്ക് കോൺഫിഡൻസ് പോകും. റെയിൽവേ സ്റ്റേഷൻ നോക്കി കണ്ട് നടന്നോ. തലയും കുത്തി വീണ് കഴിഞ്ഞാൽ എൻ്റെ ഡയലോഗ് നശിപ്പിച്ച്. ഇനി പറഞ്ഞോ. റെയിൽവേ സ്റ്റേഷൻ്റെ പാതകളിലൂടെ. പാതയല്ലല്ലോ, സ്റ്റെപ്പല്ലേ. പാത വഴി. ഓക്കെ. പാതകളിലൂടെ ഞങ്ങളുടെ കാലത്ത് നീ എൻ്റെ മലയാളം Ernakulam Karaikal Tea Garden Express has arrived on platform number. ആക്ച്വലി ഇതല്ല എൻ്റെ സീറ്റ്. എൻ്റെ സൈഡ് അപ്പറാണ്. രാവിലെ വന്നിട്ട് ഒരു കുട്ടി എന്നെ തട്ടി എഴുന്നേൽപ്പിച്ചു 6:30. അപ്പോഴാണ് ഞാൻ ഒന്ന് കണ്ണടച്ചത്. തന്നെ സുപ്രഭാതം, ബിഗ് ബോസ് സുപ്രഭാതം ഞാൻ കണ്ടു. കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു. അത് ഞാൻ പറഞ്ഞു. അങ്ങനെ എഴുന്നേൽപ്പിച്ചപ്പോൾ ഞങ്ങൾ നേരെ വാഷ്റൂമിലേക്ക് ഒന്ന് പോയിട്ട് പിന്നെ ഇവിടെ നോക്കിയപ്പോൾ ഇവളുടെ ഇപ്പുറത്തെ അപ്പറിൽ ആളില്ല. അപ്പോൾ ഞാൻ വെച്ച് ഇവിടെ ഒന്ന് കിടക്കാമെന്ന്. അപ്പം പിന്നെ ശരി. അപ്പം അങ്ങനെ ഞങ്ങൾ എനിക്കറിയില്ല. അതിൻ്റെ ഇടയിൽ രാത്രി ഞങ്ങൾ ട്രെയിന് ലേറ്റ് ആയിരുന്നു. ഒരു 5 മിനിറ്റ് ലേറ്റ് ആയിരുന്നു. അല്ല കൃത്യസമയത്ത് കറക്റ്റ് ടൈമിൽ തന്നെ എത്തി. ഞങ്ങൾ രാത്രി ഇങ്ങനെ മൊബൈലിൽ ടോർച്ച് അടിച്ചിട്ട് ഞങ്ങളുടെ സീറ്റൊക്കെ കണ്ടുപിടിച്ചു. ലാസ്റ്റ് ഒരു 3-4 സീറ്റുള്ളപ്പോഴാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. അതുകൊണ്ട് ഇവളുടെ സീറ്റിൽ നിന്ന് കുറച്ച് ദൂരമായിട്ടാണ് എൻ്റെ സീറ്റ് വന്നത്. കോച്ച് സെയിമാണ്. എനിക്ക് സൈഡ് അപ്പുറം, അല്ല അവൾക്ക് സൈഡ് അപ്പുറം, എനിക്ക് അപ്പുറം വരാം. പിന്നെ ഈ കുട്ടി ആദ്യമായിട്ടാണ് ഇങ്ങനെ ഞാൻ നിന്നെ കൊല്ലും കേട്ടോ. കൊറേ നേരം
അപ്പൊ ഞാൻ വിചാരിച്ചു ശരി പാവം ഒറ്റയ്ക്കല്ലേ, ഒറ്റയ്ക്ക് അപ്പൊ അപ്പുറം എടുത്തോട്ടെ വിചാരിച്ചു. അപ്പൊ ഞാൻ പിന്നെ ഫുള്ള് ട്രാവലിംഗ് ചെയ്തോണ്ട് ഒരു പ്രാവശ്യം ഒന്ന് മുംബൈയിൽ പോയി, അതിനാണ് ഈ കടന്നു. അല്ല ഞാൻ കൊറേ എണ്ണം പോയിട്ടുണ്ടല്ലോ, ഒറ്റയ്ക്ക് എല്ലാണ്ട് പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഞങ്ങള് വന്നിട്ടില്ലേ? അയ്യാ അങ്ങനെ രാത്രി കിടന്നു. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ടീം, പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇടയിൽ കുറച്ച് ആളുകൾ ലൈറ്റും ഫാനൊക്കെ ഇട്ടിട്ട്, ഫാൻ ഉണ്ടായിരുന്നു, ലൈറ്റൊക്കെ ഇട്ടിട്ട് ബഹളം തുടങ്ങി. അവർ ഇറങ്ങാനുള്ള സ്റ്റോപ്പായി. പക്ഷെ ഇറങ്ങിയത് 3/4 മണിക്കൂർ കഴിഞ്ഞിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ഭാഗ്യത്തിന് ഞാൻ ഐ മാസ്ക് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഉറങ്ങിയെന്ന് പറയാം. കണ്ണടച്ച് കിടന്നു. വെറുതെ പറയണ കാര്യം, ഞാൻ പോയി നോക്കിയപ്പോൾ ഫോട്ടോ വെച്ചാണ്. ആര് പറഞ്ഞ് ഇവിടെ വെള്ളം വെട്ടിയിട്ട് വാഴത്തണ്ട് പോലെ കിടക്കണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു 4 മണി കഴിയുമ്പോഴത്തേക്കും വേറെ ടീം വന്നു. അവര് കയറിയതാണ്. അപ്പൊ അവരുടെ സീറ്റ് തരയിലും ബഹളം വെക്കലൊക്കെ ആയിരുന്നു. എല്ലാം കഴിഞ്ഞിട്ട് കണ്ണിങ്ങനെ അടയ്ക്കുമ്പോഴത്തേക്കും ഒരാൾ വന്നിട്ട് പെണ്ണ് കൊണ്ട് ഇങ്ങനെ 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 ബെല്ലടിക്കണ മാതിരി അടിച്ചു. ആരുടെ നോക്കിയപ്പോഴത്തേക്കും ടീം. അപ്പൊ ആള് എൻ്റെ അടുത്ത് സീറ്റ് നമ്പർ പറഞ്ഞിട്ട്, അപ്പൊ ഞാൻ എൻ്റെ ഉറക്കത്തിലാണല്ലോ, പാതി ഉറക്കത്തിൽ. അപ്പൊ ഞാൻ ആതിര എന്ന് പറയുമ്പോഴത്തേക്കും ആള് കൺഫ്യൂസ്ഡ് ആയി. അപ്പൊ ഞാൻ സുഹാന എന്ന് പറഞ്ഞു, കാരണം സുഹാനയുടെ സീറ്റായിരുന്നു കേട്ടോ. അങ്ങനെ അപ്പോൾ ആൾ തിരിച്ചുപോയി, അയാൾ ടിക്കറ്റ് ഇട്ട് തിരിച്ചുപോയി. പിന്നെ ഒന്ന് ഉറങ്ങി വന്നപ്പോഴത്തേക്കും ഇവിടെ അലാറം അടിക്കണ മാതിരി സുപ്രഭാതം പറയാൻ വേണ്ടിയിട്ട് ഈ കുട്ടി വന്നു 6:30 എന്നെ വന്ന് വിളിച്ചെഴുന്നേപ്പിച്ചു. ഇനി ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും കാണുക. അങ്ങനെ ഞങ്ങൾ ഒരു മണിക്കൂർ കൊണ്ട് തഞ്ചാവൂർ എത്തുന്നതാണ് പ്രതീക്ഷിക്കുന്നത്.